അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് പറയാനുള്ളത്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ 99 നാമങ്ങൾ അടങ്ങുന്ന നാമങ്ങളുണ്ടല്ലേ. അസ്മാഉൽ ഹുസ്ന എന്നാണ് ആ പരിശുദ്ധ നാമങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ആ ഓരോ നാമങ്ങൾക്കും, അള്ളാഹുവിൻ്റെ നാമങ്ങൾക്കും പ്രത്യേക കഴിവുകളും പ്രത്യേക അത്ഭുതങ്ങളുമുണ്ട്. പല അത്ഭുത സിദ്ധികളുമുണ്ട്. നമ്മളത് ഓരോ ആവശ്യങ്ങളും മനസ്സിലാക്കി ഓരോ നാമങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് മറുപടി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതെങ്ങനെയാണ്? നമുക്ക് അത്ഭുതകരമായ മാർഗത്തിൽ ഇപ്പൊ ഇവിടെ 3 നാമങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 നാമങ്ങൾ ഇത്ര പ്രാവശ്യം എണ്ണം കണക്കാക്കി ചൊല്ലി നിങ്ങൾ ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് ഇൻഷാ അല്ലാഹ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഈ 3 നാമങ്ങളും നിങ്ങൾ ഇത്ര കണക്ക് വെച്ച് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും നിങ്ങളിലോട്ട് വരാൻ പോകുന്നത്. നിങ്ങളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല ഹൈറായ രീതിയിൽ നമുക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കണം എന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ, അതിൽ ഒന്നാമത്തെ നാമം ഏതാണ്? യാ റഹീമു യാ അല്ലാ. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 500 തവണയാണ് ചൊല്ലേണ്ടതല്ലേ. 500 തവണയാണ്. അത് കൂടുതൽ സമയമൊന്നും വേണ്ട. 500 തവണ എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ട് 500 തവണ യാ റഹീമു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ എന്ന് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അത് ഈ നാമം നിങ്ങൾ പതിവാക്കുക. അതോടൊപ്പം തന്നെ അടുത്തു വരുന്ന നാമമാണ് യാ ഖാലിഖു യാ അല്ലാ. അത് എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 300 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ശത്രുക്കളെ പ്രതിരോധിക്കാനും അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുവാനുമൊക്കെയാണ് ഈ നാമം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുക? 300 തവണ ഇതെന്ത് ചെയ്യുക? ചൊല്ലുക. അതുപോലെ തന്നെ അടുത്ത നാമമായ യാ സലാമു യാ അല്ലാ, അതെന്ത് ചെയ്യുക? ഒരു 111 തവണ എന്ത് ചെയ്യുക? ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഈ എണ്ണം കണക്കാക്കി വെച്ച് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു നാമങ്ങളാണ്. ഈ 3 നാമങ്ങൾ മാത്രമല്ല, പൊതുവായി പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്ന തന്നെ ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു അസ്മാഉൽ ഹുസ്നയാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ, ദിവസവും 1 തവണയോ 3 തവണയോ ചൊല്ലുകയാണെങ്കിൽ, അതുപോലെ തന്നെ മനഃപ്പാഠമാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുത്തു മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഹദീസിൽ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അസ്മാഉൽ ഹുസ്ന ഇന്ന് തന്നെ പതിവാക്കാൻ പറ്റുന്നവർ പതിവാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ 3 നാമങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കുക. എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ എല്ലാ നാമങ്ങളും ഒരുപോലെ പുണ്യമാക്കപ്പെട്ട നാമങ്ങളാണ്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ വേണമെങ്കിൽ, കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പലരും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ വരികയുള്ളൂ. പിന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നത് ഒരു സ്വതക്കയാണ്. അത് പാഴാക്കാതിരിക്കുക. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ പതിവാക്കുവാനും അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരുവാനുമുള്ള അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതിന് 1 തവണയെങ്കിലും ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള തൗഫീക്ക് അള്ളാഹു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നടക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ എല്ലാം രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ എല്ലാവരും ഇത് ഓതുക. വീണ്ടും എടുത്തു പറയാനുള്ള കാര്യം, എല്ലാവരും പഠിക്കുക, ജീവിതത്തിലുടനീളം കൊണ്ടുവരിക. ഈ അറിവ് പറഞ്ഞു തന്ന എന്നെയും എൻ്റെ കുടുംബത്തിനെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.